നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ ഒരു നീണ്ട കാലയളവിൽ നിങ്ങളുടെ വ്യക്തിക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഈ വായനയിലൂടെ നോക്കാം. പ്രപഞ്ചശക്തിയുടെ സന്ദേശങ്ങൾ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഏർപ്പെട്ടിട്ട് ഏറെ നാളുകളായിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് പോലും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലായിരിക്കാം. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മാനസികപരമായിട്ടുള്ള ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അത് നിങ്ങളോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊരുപക്ഷെ നിങ്ങളുടെ രണ്ടാം വിവാഹമായിരിക്കാം, ഇല്ലെങ്കിൽ ഏറെ കാലങ്ങളായി നിങ്ങൾ പ്രണയിച്ച് നടക്കുന്ന കമിതാക്കളായിരിക്കാം. അത് വിവാഹത്തിലേക്ക് എത്തുവാൻ വേണ്ടി തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു പതർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു പതർച്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു തെറ്റാകാം. അത് വേറൊരു ബന്ധത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെ മറന്നുപോയി, നിങ്ങളെ മറന്നുകൊണ്ട് മറ്റെന്തൊക്കെയോ പ്രവർത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു കണക്ഷനായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും, നല്ലൊരു ബന്ധമായിട്ട് സോൾമേറ്റ് ജേണി ആയിട്ടൊക്കെ കാണിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും വിഷമങ്ങളാണ് ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും അങ്ങനെ ഒത്തിരിയായി നിങ്ങൾ നടക്കുന്നു. ഈ വ്യക്തിക്ക് നന്നാവണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വ്യക്തിയെ സ്വാധീനിക്കുന്ന മറ്റു ചിലരുടെ ഊർജം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി കാണാനും അല്ലെങ്കിൽ സ്വഭാവം ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയായിരിക്കാം. അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലവരും ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ഈ വ്യക്തിയായി ഒന്നായി ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്കാണെങ്കിലോ ചില സമയങ്ങളിൽ വഴി തെറ്റിപ്പോകുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി പല തെറ്റുകളും ചെയ്തു കൂട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലമായിട്ട്, അതായത് ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ അന്ന് സന്തോഷത്തോടെ പല കാര്യങ്ങളും ഈ വ്യക്തി ആനന്ദിച്ച് ഉല്ലസിച്ച് അങ്ങനെ നടന്നുപോയി. ആ ഒരു സമയത്ത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ണീര്, നിങ്ങൾ അന്നൊഴുക്കിയ ഓരോ കണ്ണീരിനും ഇപ്പോൾ ഈ വ്യക്തി എണ്ണി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഭയത്തോടെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇത്രയും തന്നെ ഈ വ്യക്തി അനുഭവിച്ചിട്ട് ഈ വ്യക്തിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ളത് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചത് അത്രയും നിസ്സാരമായ കാര്യത്തിനല്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് ഈ വ്യക്തിക്ക് കൊടുത്ത അത്രയും സ്നേഹം, അല്ലെങ്കിൽ അതിൽ 1/4 സ്നേഹം പോലും ഈ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളോട് തരാനായിട്ട് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്, അന്ന് നിങ്ങൾ എത്രത്തോളം സംരക്ഷണം കൊടുത്തിരുന്ന വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സണ് എത്രമാത്രം പ്രാധാന്യം നിങ്ങൾ കൊടുത്തിരുന്നു. നിങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയായിരുന്നു ശാശ്വതമായ ബന്ധം, സമാധാനമായ ബന്ധം എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. കാരണം ഈ ഒരു ചെറിയ കാലയളവിൽ, അല്ലെങ്കിൽ ഈ ഒരു നീണ്ട കാലയളവിൽ തന്നെ നിങ്ങളുമായിട്ട് അകന്നതിൽ പിന്നെ ഈ വ്യക്തി പുലർത്തിയ പല ബന്ധങ്ങൾ, അത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു നാശമായിട്ടാണ് വന്നിട്ടുള്ളത്.
അതൊരു പക്ഷെ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഈ വ്യക്തിക്ക് അപമാനമോ നാണക്കേടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധനനഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ വ്യക്തിയെ അന്ന് ആ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ കൂടെ നടക്കുന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പലവരും ഇന്ന് ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് വലിയൊരു മാറ്റമായിട്ടാണ്, ഒരു മാനസാന്തരം അല്ലെങ്കിൽ മനസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ, അത് ഈ വ്യക്തിയെ പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ വ്യക്തി പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. അത് ദൈവങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ ദൈവദാസന്മാരോടായിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യുന്ന കർമ്മിയോടായിരിക്കാം. അത് ഇനി എങ്ങനെയാണ് ഈ പാപം ഒന്ന് കഴുകി പോകുന്നത് എന്നുള്ള മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. കാരണം ചെയ്തു പോയ തെറ്റുകൾക്ക് പല രീതിയിലും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന പല വിലപിടിപ്പുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ വാഹനം, വീട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ വ്യക്തി അത്രയും വളരെയധികം ധാർഷ്ട്യത്തോടു കൂടിയും അഹന്തയോടു കൂടിയും നടന്നിരുന്ന കാലത്ത് ഈ വ്യക്തിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നവർ പലവരും ഈ വ്യക്തിയെ നല്ല രീതിയിൽ പറ്റിച്ച് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും വളരെ വേഗത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം. അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെ മറ്റുള്ളവർ ചതിച്ചപ്പോഴാണ് ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത ചതിയുടെ ആ ഒരു കാഠിന്യം എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. നിങ്ങൾ ആണ് ഏറ്റവും വലിയ പാഠമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും അത് ഒരിക്കലും എവിടെയും മതിയാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ 1/4 പോലും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് തിരിച്ചു തരാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി പുതിയ ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലും ചിന്തകളിലും നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള സ്വഭാവ രീതി, സംസാര രീതി ഇവയെല്ലാം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറെ നാൾ കാത്തിരുന്നിട്ടുണ്ടാകാം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അതിനൊരു കയ്യും കണക്കും ഉണ്ടായിട്ടില്ലായിരിക്കാം. അത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിൻ്റെ എല്ലാം ഒരു ഫലമായിട്ട് ഒരു തിരിച്ചടിയിലൂടെ, ഒരു പാഠത്തിലൂടെയാണ് ഈ വ്യക്തിക്ക് യൂണിവേഴ്സ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അഹങ്കാരമെല്ലാം ഇല്ലാതെയാക്കുന്നത്. ഇത്തരം ഒരു വീഴ്ച ഈ വ്യക്തിക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി പുതിയ ഒരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അധ്യായത്തിലേക്ക് മാറുകയില്ല. അതുകൊണ്ട് തീർത്തും ഇന്ന് വളരെ ആത്മാർത്ഥമേറിയ മനസ്സിനുടമയായ നിങ്ങളും ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാപിതാക്കളും മാത്രമാണ് കൂടെയുള്ളത്. ബാക്കി ആരിൽ നിന്നും ഈ വ്യക്തിക്ക് അനുകൂലമായ ഒരു പ്രതികരണം വരുന്നില്ല. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ വ്യക്തി ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അർഹതയുള്ള വ്യക്തിയാണോ ഞാൻ എന്നാണ് ഈ പേഴ്സൺ ചോദിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി തോറ്റു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തിക്ക് സംശയമുണ്ട് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ അർഹതയുള്ള വ്യക്തിയാണോ ഈ പേഴ്സൺ എന്നുള്ളത്. രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കാരണം ഉറക്കം ഉണ്ടാവില്ല. കാരണം അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു. അതെ, ഈ വ്യക്തി വിശ്വസിച്ച ഭൂരിഭാഗം വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ മാത്രമായിരിക്കും കൂടെ ഉണ്ടാവുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു ബന്ധം അത് പരിപൂർണമായിട്ടും അതിൽ നിന്നും അതൊരു വലയമാണ്, ഒരു മാന്ത്രിക വലയമാണ്. അതിൽ വീണു പോയി അതിൽ നിന്നും ഈ വ്യക്തിക്ക്
എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രണയ സന്ദേശങ്ങളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണോ നിങ്ങളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ റാൻഡം ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.